വണക്കം സ്വന്തങ്ങളെ, വെൽക്കം ടു പൊളി ഫാമിലി ചാനൽ വ്ളോഗ്. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരുടെ ഫേസിലും നല്ല ചിരിയാണ്. പക്ഷെ എന്താ ചിരി കുറച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പോവാണ്. കാരണം എന്താ ഇവിടെ ഒരാൾ കരയാൻ പോവാണ്. 28-ന് 56-ന് എന്റെ മകൾക്ക് കാത് കുത്തുന്നത് കുത്തിയിട്ടില്ല. ഞാൻ ആശയായിട്ട് 56-ന് ഒരു കുഞ്ഞു ജിംക്ക വാങ്ങി വെച്ചു, കുത്തിയില്ല. ഇവിടെ വന്നപ്പോ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അത്ര പേരും ചോദിച്ചു എന്താ കുഞ്ഞിന് കാത് കുത്തി. ഡെയിലി അലാറാണ് അമ്മന്റെ വക. വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വിടത്തിയ കാത് കുത്താൻ പോവാ, നാളെ പോവാ, മറ്റന്നാൾ പോവാ. അങ്ങനെ ഒരു സംഭവം ഇല്ല, അപ്പ ഇല്ലാത്തോണ്ടാണ്. അവിടെ നാട്ടിലില്ല, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കുട്ടിക്ക് 28-ന് കാത് കുത്തും. ചരട് കെട്ടി കാത് കുത്തി ചരട് കെട്ടുക പറയില്ല നമ്മളുടെ പാലക്കാട്. എന്റെ കുഞ്ഞിപ്പിന്റെ കാത് മൂക്കുമ്പോണ്ട് ഇപ്പഴാകുമ്പോ വേദന അതോടുകൂടി അറിയില്ല, അല്ലെങ്കിൽ ഓർത്തോർത്ത് കരയും. കയ്യൊക്കെ ഇട്ടിട്ട് അടിച്ച് കളിക്കുന്ന സമയത്ത് കാതിലൊക്കെ പിടിച്ച് വലിക്കും. ഇപ്പോഴാണെങ്കിൽ അത് അറിയില്ല. എനിക്ക് എന്റെ മകള് കരയണത് കാണാൻ വയ്യേ. നിങ്ങൾ രണ്ടുപേരും കാത് കുത്തിക്കോ, ഞാൻ അപ്പുറത്ത് അവിടെയും പോയിട്ട് നിന്റെ ഒരു കാതും കുത്തി തരണം. അതാണ് സങ്കടം. 3 കുത്താണ് ഈ മാസം ലാസ്റ്റ്. അപ്പൊ സ്വന്തങ്ങളെ, അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണാൻ പോകുന്ന എന്റെ കുട്ടിന്റെ കരച്ചിലാണ് സ്വന്തങ്ങളെ കാണാൻ പോകുന്നത്. എന്റെ മോള് കരയില്ല, ബെറ്റാണ്. നോക്കാം, അവള് എന്നെ പോലെ ആണെങ്കിൽ കരയില്ല, നിങ്ങളെയൊക്കെ പോലെ ആണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കും. അതെപ്പടി ഞാൻ ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കരഞ്ഞിരിക്കും. റെഡി ഫോർ കുത്തൽ. ചന്തം വെക്കാൻ പോയി, ചന്തം കുത്തിയാവാൻ പോവാ. ബാക്കി വിശേഷങ്ങള് മര്യാദ കണ്ട കുഞ്ഞു കയ്യിലുണ്ടെങ്കിലും ഭയങ്കര മര്യാദ പോവുകയാണെങ്കിലോ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിലും നല്ല മര്യാദയാണ്. പൈസ കാലത്ത് ഞാനും ഇത്ര ഗ്ലാമർ ആവണ്ടേ, ശരി. ബാക്കി വർത്താനൊക്കെ നമുക്ക് കുത്തി കഴിഞ്ഞിട്ട് അമ്മക്ക് കഴിക്കാൻ ആദ്യം കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ ചായ തനിയെ VIP മുൻഗണന അമ്മയ്ക്ക്. അറിയാനായിട്ടില്ല ഇപ്പൊ. അമ്മക്കുട്ടി അപ്പൊ ഞെട്ടും, അത്രേ ഉള്ളൂ. പാവം എന്തറിഞ്ഞിട്ടാണോ ഇരിക്കണേ. ഇപ്പോഴറിയില്ല, ഇനിയും കുറച്ചായ ഓർത്തോർത്ത് കരയും. ഇപ്പൊ ഓർത്ത് കരയാൻ അറിയില്ല, അതുകൊണ്ട് ആ വേദന കഴിയുമ്പോ അങ്ങനെയും മറക്കും. അതുകൊണ്ടാണ് ഈ കുഞ്ഞു കുട്ടിയില് കാത് കുത്തുന്ന ഉദ്ദേശം. എല്ലാവരും എന്താ കാത് കുത്തിയില്ല ചോദിച്ചിട്ട് കാണാൻ വരുന്നവര് ചോദിക്കും. എന്നോട് ചോദിക്കുമ്പോ ഞാനിങ്ങനെ മരുമകളിലെ ഒരു നോട്ടമാണ്, വേറെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല. എനിക്കാണെങ്കിലോ ദൈവമേ വരുന്നവര് ചോദിക്കരുത്, ഇതൊരു പ്രാർത്ഥനയാണ്. എപ്പോ നോക്കിയാലോ എന്താണ് കാത് കുത്തിയില്ലേ, എന്താ പെൺകുട്ടിയായിട്ട് എന്തുകൊണ്ട് കാത് കുത്തിയില്ലെന്ന് എന്നോട് ചോദിക്കും. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിങ്ങനെ നോട്ടോ ഒരു പാസ് ചെയ്യും. അവിടത്തെ ആള് ഭഗവാനെ ആരും കാത് കുത്താത്തത് ചോദിക്കരുത്. എനിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെ ഇത്രത്തോളം കാത് കുത്തല് സീരിയസ് ആണെന്ന് അവർക്ക് അവിടെ അറിയില്ല. അതന്നെ, അവിടെ ആരും അത് കുഞ്ഞു കുട്ടികളെ വേദനയ്ക്കും പറഞ്ഞിട്ടും പിന്നെ 1 വയസ്സൊക്കെ ആവട്ടെ പറഞ്ഞിട്ട് അങ്ങനെ. കുഞ്ഞു കുട്ടിയാകുമ്പോഴാണ് വേദന അറിയാത്തത്. വലുതാകുമ്പോ തട്ടിത്തെറിപ്പിച്ചിട്ട് പിടിക്കാനൊക്കെ കഷ്ടമാണ്. കൈയൊക്കെ പിടിച്ച് കുത്താണെങ്കിൽ കഷ്ടമല്ലേ. എന്തായാലും ഇന്ന് ഞങ്ങള് പറഞ്ഞ് ഇന്നത്തെ ദിവസം കാത് കുത്തും. ഇന്ന് പോയി ഇറങ്ങി. അതന്നെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എവിടെയല്ലേ, നമ്മുടെ അടുത്ത് തന്നെ പത്തിരിപ്പാല ജംഗ്ഷനിലാണ്. അച്ഛൻ എന്ത് പറയണു? അച്ഛൻ അച്ഛന്മാരും ഒരച്ഛനും ഒരച്ഛനും ഭയങ്കര സങ്കടത്തിലാണ്. ഞാൻ എന്റെ ഫേസ് കാണിക്കില്ല സ്വന്തങ്ങളെ. അച്ഛന്റെ കയ്യിൽ ഞാൻ വെച്ച് തരും. ശരി, നോക്കട്ടെ, ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. കുറച്ച് തൊട്ടി അത്ര ഉള്ളു, അവിടെ മതിയോ? കാത് വ്യത്യാസം ഇപ്പോഴേ തട്ടാരായി, അതാണ് ഇനിയും വൈകിയ.
കേറിയിട്ടൊന്നുമില്ലല്ലോ, കത്തൊന്നുമില്ല. ഇതിന്റെ കറക്റ്റാണ്. സ്വന്തങ്ങളെ ഇങ്ങ പാരുങ്ക, ഒരാൾ ഉറങ്ങി അണിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നേ അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട് പാവം. ഞങ്ങള് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ വേണം പറഞ്ഞിട്ട് പോയതാണ്. കാത് കുത്തിയിട്ട് കരയിലൊക്കെ ഒരൊറ്റ ഓട്ടം ഓടി ചന്തം കുട്ടി. അമ്മുക്കുട്ടി ഉറങ്ങി, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റാണ് എന്റെ മകള്. ദൂക്ക് ഞങ്ങള് ചന്തം, നോക്ക് ഞങ്ങള് ചന്തം. എന്റെ മകള് ഇപ്പൊ ഓക്കെ ആയി വരുന്നുണ്ടല്ലോ. അമ്മക്കുട്ടി ചത്ത് ചന്ത നോക്കത്തെ അമ്മ, ചന്തം ചന്ത നോക്കത്തെ അമ്മ. ആരാണ് ആരെ കത്തിയാണ്? കാതില് ഇത് മുറിവ് ഉണങ്ങാനല്ലേ അമ്മ? അത് ഇത് കല്ലുപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളം. എന്നിട്ട് ഇത് കാതിലിങ്ങനെ ഒറ്റിച്ചു കൊടുക്കണം. അതിങ്ങനെ ഒറ്റിച്ചിട്ട് കമ്മലിങ്ങനെ തിരിക്കണം. ഇല്ല, വേദനയൊക്കെ മാറി. വേദന മാറി. പക്ഷെ ഇന്നലെ ഇത്തിരി ഉറങ്ങാൻ ഇത്തിരി കഷ്ടമുണ്ടായിരുന്നു. രാവിലെ പകല് ഉറങ്ങിയില്ല. കുട്ടിക്ക് ഒരു പേടി കിട്ടി. അതാ കണ്ണിന്റെ ഷൂട്ടിന്റെ സൗണ്ട് കാതിലടിച്ചിട്ടാണ് അത്ര. അതിന്റെ ഒരു പേടി കിട്ടിയിരിക്കുന്നു. നല്ല പേടിയുണ്ടായിരുന്നു അവൾക്ക്. അമുകുത്തി 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 കാതിലെന്നെ വേദനയില്ല, വേദന വിട്ടു. ഉറക്ക ക്ഷീണം അങ്ങോട്ട് മാറണേ ഉള്ളൂ. ഓ, ഞങ്ങള് ക്യാമറ കണ്ട അങ്ങനെ തിരിയുന്ന ആൾക്കാരാണെന്ന് അറിയില്ലേ? അങ്ങനെ അച്ഛമ്മന്റെ ബുദ്ധിയാണ് കേട്ടോ. വയ്യടാപ്പാ. അച്ഛമ്മന്റെ കവള്, അച്ഛമ്മന്റെ മുടി, അച്ഛമ്മന്റെ രൂപം ഒക്കെ അച്ഛമ്മയാണ്. ഫുൾ അച്ഛമ്മയാണ്. മെയിൻ എന്താ അറിയോ? നമുക്ക് ഇതാ ഇല്ലേ അച്ഛമ്മന്റെ കുത്തിയാണ്. ആണോ? ആണത്ര ആണ്. അവിടെ കാതുകുത്തും കല്യാണം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇല്ലേ പൊട്ട്? ഇനി എന്റെ മകൾക്ക് ഒരു ഗോൾഡിന്റെ ജിമിക്ക ഇട്ട് കണ്ടാലാണ് സമാധാനം. അതൊരു ടാസ്ക് ആണ്. ഇനിയിപ്പോ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ഊരിയിട്ട് അത് ഇട്ട് കൊടുക്കണം. അത് ഇടണം. അതാണ് ഇനി ഒരു ടാസ്ക്. അതെ അതെ, ഇനി ഉറങ്ങുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നു അല്ലേ? പിന്നെ ഉറങ്ങിയ തൊട്ട അറിയെന്താന്ന് അറിയില്ല. ഓക്കെ, ഡൺ ബൈ അല്ലേ മുത്തേ? ബായ് പറയുണ്ണി. ഒരു താത്ത പറയൂ സ്വന്തങ്ങൾക്ക്. സ്വന്തങ്ങളെ അതാ ബായ് പറയൂ സ്വന്തങ്ങൾക്ക്. അപ്പോ ഈ കൈ അങ്ങനെ കൊണ്ടുപോയി വായ കയറ്റിയിട്ട് അങ്ങനെ ഛർദിക്കും. അതാണ് ചെയ്യ. അതാ ഒന്ന് പഞ്ഞോളൂ. പയ്യരാമോ? അതാ വരുന്നു. ബായ് സ്വന്തങ്ങളെ.